ഹലോ, ഞാൻ ജൂലി എലിയാസ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് പേരൻറ്റിങ്? നമുക്കൊന്ന് പുറകോട്ട് ചിന്തിച്ചാലോ. നമ്മുടെ പേരൻസൊക്കെ നമ്മളോട് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്നേഹിച്ചത്, പെരുമാറിയത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 5-6 വയസ്സിന് ശേഷം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒന്ന് ഹഗ് ചെയ്തിട്ടുണ്ടോ? വേണ്ട, ഒരു വിഷമഘട്ടത്തിലൊന്ന് ചേർത്ത് നിർത്തി നെറ്റിയിലൊരു ഉമ്മ തന്നിട്ട് അമ്മയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അപ്പയുണ്ട് കേട്ടോ, മക്കളെ വിഷമിക്കണ്ടേ, എല്ലാം ശരിയാകും എന്ന് പറയുന്ന പേരൻസ് ഉണ്ടോ? ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല എന്നായിരിക്കും മറുപടി. അതെന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവരെന്താ ഇങ്ങനെ? ആശ്വാസം നമുക്കല്ലേ കിട്ടേണ്ടത്? അതായത് അവരുടെ മാതാപിതാക്കൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഭയങ്കര അപരാധമായി കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ മക്കളെ ഒന്ന് പുകഴ്ത്തി സംസാരിച്ചാൽ, മോനെ ഇത് നന്നായിട്ടുണ്ട്, ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, മോൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ടുണ്ട്, നീ ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് മക്കളോടൊക്കെ പറയുമ്പോൾ അവരെന്തോ ഒരു ഭയങ്കര അപരാധമായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രശ്നം വരുമ്പോൾ ശരിക്കും ഈ പ്രശ്നക്കാരനല്ലേ ആശ്വാസം കിട്ടേണ്ടത്? അതിന് പകരം നമ്മളെ മാക്സിമം കുറ്റപ്പെടുത്തി നമ്മുടെ മനസ്സിനെ തകർത്ത് തരിപ്പനാക്കി കളയും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരു ആശ്വാസമോ അല്ലെങ്കിൽ എനിക്കൊരാളുണ്ട്, എന്നെ ചേർത്ത് നിർത്ത ഒരാളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസൊക്കെ ആർക്കെങ്കിലും തോന്നും? ഇല്ലല്ലോ. മാക്സിമം നമ്മളെ തകർത്ത് കളയുക ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്, അടുത്ത വീട്ടിലെ ആൻറ്റിയോടോ അങ്കിളിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ഒക്കെ പറയും, അയ്യോ എൻ്റെ മകളും എൻ്റെ മകനും, അയ്യോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരുപാട് സഹിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് വേദനിക്കുന്നുണ്ട്, പാകം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതിലാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത്. സൊസൈറ്റി അല്ല, കൂടെ നിൽക്കുന്നവരാണ് വലുതെന്ന് അവരെ ചേർത്ത് നിർത്തുന്നതാണ് ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹം. ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ ചേർത്ത് നിർത്തൽ. ശരിക്കും മാറണ്ടേ? ഈ പഴയ അവസ്ഥയിൽ നിന്ന് നമ്മളും നമ്മുടെ പേരൻസും ഒക്കെ മാറി ചേർത്ത് നിർത്തേണ്ട കാലം. ഒരു ഉമ്മ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുന്നത് അപരാധമല്ല, അതാണ് റൈറ്റ് എന്ന് മാറി ചിന്തിക്കേണ്ട കാലമായില്ലേ? നമുക്ക് മാറണ്ടേ? വരൂ, സബ്സ്ക്രൈബ് മീ, ഫോളോ മീ, റേസ് വിത്ത് മീ.